എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 19, 20, 21 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 ശ്ലോകത്തിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. ഇവിടെ കവി കോസലാധിപനായിട്ടുള്ള നഗ്നജിത്തും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും തമ്മിലുള്ളതായ സംഭാഷണത്തിനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് കോസലാധിപൻ ശ്രീകൃഷ്ണനോട് പറയണതെന്ന് നോക്കാം. നമുക്ക് ആദ്യം 19ാമത്തെ ശ്ലോകം നോക്കാം. തത്പരിജ്ഞാതുമിച്ഛാമി നിമിത്തം മദനുഗ്രഹേ അഥവാ നിർനിമിത്തസ്തേ സർവഭൂതേഷ്വനുഗ്രഹ. ആദ്യം പദച്ഛേദം പറയാം. തത് പരിജ്ഞാതും ഇച്ഛാമി നിമിത്തം മദനുഗ്രഹേ അഥവാ നിർനിമിത്ത തേ സർവഭൂതേഷു അനുഗ്രഹ. നഗ്നജിത്ത് ഭഗവാനോട് ചോദിക്കുകയാണ്. തത് അതുകൊണ്ട്, തസ്മാത്. ഇപ്പോൾ ഇവിടെ അങ്ങ് വന്നൂലോ, ഇനി എല്ലാ ജനങ്ങളെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ ദേശത്തെ ജനങ്ങൾക്കൊക്കെ സന്തോഷമായി, ദ്വാരകയിലെ ജനങ്ങൾക്കൊക്കെ ദുഃഖമായി, അങ്ങനെയൊക്കെ ആയിട്ടും അങ്ങ് ഇവിടെ വരികയാണല്ലോ ഉണ്ടായത്. അതാണ് തസ്മാത്. അങ്ങനെയൊക്കെ വന്നു ചേർന്നതായ അങ്ങയോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതാണ് തത് മദ അനുഗ്രഹേ നിമിത്തം പരിജ്ഞാതും ഇച്ഛാമി. മദ അനുഗ്രഹേ എന്ന് പറഞ്ഞാൽ എന്നെ അനുഗ്രഹിക്കാനായിട്ട് വന്നതിൻ്റെ അതിനുള്ള കാരണം. നിമിത്തം എന്ന് പറഞ്ഞാൽ കാരണം. അപ്പോൾ ഇവിടെ എന്നെ അനുഗ്രഹിക്കാനായിട്ട് വന്നതിൻ്റെ കാരണം ജ്ഞാതും പരിജ്ഞാതും ഇച്ഛാമി. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേക അനുഗ്രഹമൊന്നും കൊടുത്തിട്ടില്ല. വരവ് തന്നെയാണ് അനുഗ്രഹം. കോസലത്തിലേക്ക് വരാൻ തോന്നിയത്, നഗ്നജിത്തിനെ കാണാൻ തോന്നിയത്, അതൊക്കെ വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹിക്കാനായിട്ടുള്ള വരവിൻ്റെ ഉദ്ദേശ്യം എന്താണ്? അങ്ങ് എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്? അതാണ് പരിജ്ഞാതും ഇച്ഛാമി. ഇച്ഛാമി എന്ന് എഴുതുമ്പോൾ ച ഛ എന്ന് 2 ചവർഗത്തിലെ 2 അക്ഷരങ്ങളും ചേർക്കണം. ഇവിടെ സംസ്കൃതത്തിൽ ഇച്ഛാമി എന്ന് എഴുതിയിട്ടുള്ളൂ. അതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകളാവണം. അഥവാ എന്നിട്ട് നഗ്നജിത്ത് പറയാണ്, അങ്ങനെയൊന്നും അല്ല. അഥവാ ഇനി മറ്റൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഉദ്ദേശവും ഇല്ല എന്നാണെങ്കിലും അതാണ് അഥവാ തേ സർവഭൂതേഷു നിർനിമിത്ത അനുഗ്രഹ. അങ്ങയ്ക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഉദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിലും വരാവുന്നതാണ് എല്ലാ ദിക്കിലേക്കും. അതാണ് നിർനിമിത്ത. കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിൽ കിട്ടാം, എപ്പോൾ വേണമെങ്കിലും ആ അനുഗ്രഹം നമുക്ക് ലഭിക്കാം. നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയാണ്ടൊക്കെ പോയിണ്ടാവും. അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു ഘട്ടത്തിലാവും അത് തിരിച്ചറിയുക. അതാണ് നഗ്നജിത്ത് പറയണത്. അങ്ങ് ഇവിടെ വരണത് പ്രത്യേകിച്ച് ഉദ്ദേശത്തിനൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഉദ്ദേശം ഉണ്ടെങ്കിലും അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു താല്പര്യമുണ്ട്, മോഹമുണ്ട്. ഇനി ഒന്നുമില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഭഗവാന്റെ അനുഗ്രഹത്തിനെ പറ്റിയിട്ട് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയാണ്. നാരായണീയത്തിലൊരു വരി ഉദ്ധരിക്കുകയാണ്. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇതൊന്നും ആവശ്യപ്പെടാണ്ട് കൊടുക്കുന്ന ആളാണല്ലോ. നമ്രാണാം സന്നിധത്തെ, ഭഗവാന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിക്കുക, ഒന്ന് തൊഴുത് നിൽക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ടാവും. അതവരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറയണത്. അനഭ്യർത്ഥിത, അഭ്യർത്ഥിക്കൊന്നും വേണ്ട, അല്ലാണ്ട് എന്നെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അനുഗ്രഹ വർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങ് ഇവിടെ വന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായി. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിലും ഇവിടെ വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. ഭഗവാന് സുസ്വാഗതം, ശ്രീകൃഷ്ണന് സുസ്വാഗതം പറഞ്ഞുകൊണ്ട് നഗ്നജിത്ത് ആ സംസാരം ഇങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഭഗവാൻ പറയാണ്. നമുക്ക് 20ാമത്തെ ശ്ലോകം നോക്കാം. ഇതി പ്രിയശതാലാപപേശലം കോസലാധിപം മന്ദസ്മിതമനോജ്ഞേന മുഖേന ഹരിരബ്രവീത്. ആദ്യം പദച്ഛേദം പറയാം. ഇതി പ്രിയശതാലാപപേശലം കോസലാധിപം മന്ദസ്മിതമനോജ്ഞേന മുഖേന ഹരി അബ്രവീത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിർത്തണില്ല. അത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊരു നിർത്തൽ വന്നപ്പോൾ ശ്രീകൃഷ്ണൻ ഇടപെടുകയാണ്. ഹരി ഇതി, ഇപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രിയശതാലാപപേശലം കോസലാധിപം. പ്രിയശത ആലാപപേശലം, പ്രിയശതങ്ങൾ 100 കണക്കിന് രസകരമായിട്ടുള്ള വിഷയങ്ങൾ
വളരെയധികം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനായ, ആലപിക്കുന്നവനായിട്ടുള്ള, പേശലം എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനായ കോസലാധിപം, കോസല രാജാവായിട്ടുള്ള നഗ്നജിത്തിനോട് മന്ദസ്മിതമനോജ്ഞേന മുഖേന അബ്രവീത്. ആ കോസലാധിപനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. എങ്ങനെയാണ് ആ മുഖഭാവമാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. മന്ദസ്മിത മനോജ്ഞേന മുഖേന, മന്ദസ്മിതം കൊണ്ട്, ചെറിയൊരു ചിരി കൊണ്ട്, മനോജ്ഞമായ അത്യന്തം സുന്ദരമായ മുഖത്തോടുകൂടി ഇപ്രകാരം ഹരി പറഞ്ഞു. ഉറക്കെയുള്ള ചിരി, വലിയൊരു ചിരിയേക്കാളും സൗന്ദര്യം കൊടുക്കുക മിക്കവാറും ഒരു മന്ദഹാസത്തിനാണ്. പല്ലുകളൊന്നും മുഴുവനും അങ്ങോട്ട് കാണാതെ തുളുമ്പി നിൽക്കുന്നതായൊരു മന്ദഹാസത്തോടു കൂടി ഭഗവാൻ ഇപ്രകാരം കോസലാധിപനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് 21ാമത്തെ ശ്ലോകം നോക്കാം. യാചനാദപരം കിഞ്ചിത് ഗർഹണീയം ന വിദ്യതേ തഥാപ്യുത്തമസംബന്ധലോഭാത് അഭ്യർത്ഥ്യസേ മയാ. വളരെ രസകരമായിട്ടുള്ളൊരു ശ്ലോക. ഭഗവാന്റെ വാക്യം എത്ര അർത്ഥവത്താണ്, എത്ര കാര്യമാത്ര പ്രസക്തമാണ് എന്നുള്ളതാണ് ഇവിടെ പറയണത്. പദച്ഛേദം പറയാം. യാചനാത് അപരം കിഞ്ചിത് ഗർഹണീയം ന വിദ്യതേ തഥാ അപി ഉത്തമസംബന്ധലോഭാത് അഭ്യർത്ഥ്യസേ മയാ. ഭഗവാൻ ഒരു ലോകസത്യം ആദ്യം തന്നെ തുറന്നു പറയാണ്. യാചനാത് അപരം കിഞ്ചിത് ഗർഹണീയം ന വിദ്യത്തെ. യാചനം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുമ്പിൽ പോയിട്ട് കൈ മലർത്തി വെച്ചുകൊണ്ട് 2 കൈയും എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് ചോദിക്കുക, അതാണ് അഭ്യർത്ഥന, യാചന. അതിനേക്കാൾ വലിയ അതാണ് അപരം കിഞ്ചിത് ഗർഹണീയം ന വിദ്യത്തെ. അതിനേക്കാൾ വലിയൊരു മോശമായിട്ടുള്ള പ്രവൃത്തി ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് അവരവർക്ക് ഇല്ലാത്തൊരു സാധനം മറ്റൊരാളോട് പോയി ചോദിക്കേണ്ടി വരിക എന്നുള്ളത് അത് വളരെ കഷ്ടമായിട്ടുള്ളൊരവസ്ഥയാണ്. യാചകന്മാരുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞുള്ള ആ ഒരു യാചന, ആ ഒരു വാക്യമുണ്ടല്ലോ, അത് വേറൊരാളോട് പറയുക എന്ന് പറയണത് ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് ചെയ്യേണ്ടി വരരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് എപ്പോഴും ഉള്ളത്. അതിനേക്കാൾ മോശമായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് വലിയ ഒരു രാജാവ്, ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ അധിപൻ, എല്ലാ തരത്തിലുള്ള സ്വത്തുകളും അതുപോലെ ഭൂമിയും കൃഷിയും സ്വർണവും എല്ലാം ഉള്ള ഒരാൾ പിന്നെയും യാചിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗ്രഹണീയമാണ്, അത്യന്തം മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും തഥാപി മയാ, എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കിതാ ഇത് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്താണത്? ഉത്തമ സംബന്ധലോഭാത് അഭ്യർത്ഥ്യസേ. മയാ അഭ്യർത്ഥ്യസേ, എന്നാൽ അഭ്യർത്ഥിക്കപ്പെടുന്നു, ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. എന്താണ് അവിടെയുള്ളൊരു മെച്ചം? എന്താണ്? ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് അഭ്യർത്ഥിക്കാമെന്ന് വെച്ചത്? അതിനുള്ള മറുപടിയാണ് ഭഗവാൻ തന്നെ പറയാണ്. ഉത്തമ സംബന്ധലോഭാത്, ഉത്തമനായിട്ടുള്ളൊരു വ്യക്തിയുമായിട്ടാണല്ലോ ബന്ധമുണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു അത്യാഗ്രഹം കാരണം. അതായത് നഗ്നജിത്ത് എന്ന് പറയുന്ന രാജാവായിട്ടുള്ള, രാജാധിരാജനായിട്ടുള്ള, കോസലാധിപനായിട്ടുള്ള ഒരാളുമായിട്ടാണല്ലോ ഈ യാചന കൊണ്ടൊരു ബന്ധം വരാൻ പോണത് എന്നാലോചിച്ചിട്ട്, അത്രയ്ക്ക് ഉത്തമനായിട്ടുള്ള ഒരാളുടെ മുമ്പിൽ പോയി നിന്നിട്ടാണല്ലോ ഞാൻ യാചിക്കുന്നത് എന്നാലോചിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് അഭ്യർത്ഥിച്ചത്. അല്ലെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കില്ലായിരുന്നു. ഭഗവാന്റെ കാര്യം നമുക്കറിയാം. അഭ്യർത്ഥിക്കുകയൊന്നുമില്ല, കിട്ടണം എന്ന് വിചാരിച്ചാൽ മോഷ്ടിച്ചു കൊണ്ട് പോകാനും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആളാണ്. കഴിഞ്ഞ അധ്യായത്തിൽ, കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടുല്ലോ, അഭ്യർത്ഥിച്ചിട്ടൊന്നുമല്ല രുക്മിണിയെ കൊണ്ടുപോയത്. അത് പക്ഷേ അവിടെ എടുത്ത ആ നടപടി ഒട്ടും ശരിയല്ലായിരുന്നു. അപ്പോൾ ഭഗവാൻ മോഷ്ടിച്ചുകൊണ്ട്, അപഹരിച്ചുകൊണ്ട് തന്നെ പോയി. ഇവിടെ അഭ്യർത്ഥിക്കാമെന്ന് വെച്ചത് ശ്രീകൃഷ്ണൻ്റെ മനസ്സിൻ്റെ വിശാലത മാത്രമല്ല, നഗ്നജിത്തിൻ്റെ ഗുണം കൂടിയാണ് എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മേഘസന്ദേശത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, യാജ്ഞാമോഘാവരമധിഗുണേ നാഥമേ ലബ്ധകാമ. ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് യാചിച്ചാലും തരക്കടമൊന്നുമില്ല, അതവർ മുതലെടുക്കുകയൊന്നുമില്ല. ഈ ആൾ എൻ്റെ അടുത്ത് വന്ന് യാചിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇത്ര വലിയ അഹങ്കാരിയായിട്ട് അല്ലെങ്കിൽ ഇത്ര കേമനായിട്ട് നടക്കണത് എന്ന് ഒരിക്കലും ഉത്തമനായിട്ടുള്ള ഒരാൾ പറഞ്ഞു നടക്കില്ല. എന്നാൽ ഒരു നീചനായിട്ടുള്ള ഒരാളുടെ അടുത്താണ് പോയിട്ട് യാചിക്കണതെങ്കിലോ
അയാളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, അയാൾ അതിൻ്റെ മേന്മ താൻ ചെയ്തത് കൊണ്ടാണ് എന്നെപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ഉത്തമനായിട്ടുള്ള ഒരാളോട് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് കൂടുതൽ ശ്രേഷ്ഠം. അധമനായിട്ടുള്ള ഒരാളോട് ചോദിച്ചിട്ട് കിട്ടിയാലും അത്രയ്ക്കേ വരുള്ളൂ എന്ന് മേഘത്തിൻ്റെ മുമ്പിൽ നിന്ന് യാചിക്കുന്ന യക്ഷൻ ഒരു വാക്യം പറയുന്നുണ്ട്. അതേ അർത്ഥം തന്നെയാണ് ഇവിടെ സുകുമാരകവി സ്വീകരിച്ചിരിക്കുന്നത്. ഭഗവാൻ എന്തുകൊണ്ടാണ് നഗ്നജിത്തിനോട് വന്ന് ചോദിച്ചത്? നഗ്നജിത്ത് ഉത്തമനായിട്ടുള്ള ഒരു രാജാവാണെന്നുള്ളത് കൊണ്ട് ചോദിച്ച് കിട്ടിയില്ല എങ്കിലും മോശമാവാനൊന്നുമില്ല, അത് നഗ്നജിത്ത് എവിടെയും പോയി പറയില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോവുകയാണ്, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. വെറുതെ അല്ല, വരവിൻ്റെ ഉദ്ദേശം കാര്യമായിട്ട് എന്തോ ഉണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് പോണത്. നമുക്ക് ഈ 3 ശ്ലോകങ്ങളും ഇന്ന് ചൊല്ലി നോക്കാം. തത്പരിജ്ഞാതുമിച്ഛാമി നിമിത്തം മദനുഗ്രഹേ അഥവാ നിർനിമിത്തസ്തേ സർവഭൂതേഷ്വനുഗ്രഹ ഇതി പ്രിയശതാലാപപേശലം കോസലാധിപം മന്ദസ്മിതമനോജ്ഞേന മുഖേന ഹരിരബ്രവീത് യാചനാദപരം കിഞ്ചിത് ഗർഹണീയം ന വിദ്യത്തെ തഥാപ്യുത്തമസംബന്ധലോഭാദഭ്യർത്ഥ്യസേ മയാ. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങൾ. ഭഗവാന്റെ വാക്യത്തിൻ്റെ സൗന്ദര്യമൊക്കെ വളരെ വ്യത്യസ്തമാണ്. നഗ്നജിത്ത് ചോദിക്കണ പോലെയുള്ള മറുപടിയൊന്നുമല്ല ഭഗവാന്റെ നാവിൽ നിന്ന് വിളയാടുന്നത്. എന്തൊരു ഭംഗിയായിട്ടാണ് വാക്യങ്ങൾ പറയണത്. അടുത്ത ശ്ലോകങ്ങളിലും നമുക്കതൊക്കെ കാണാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.